ഹായ് ഗൈസ്, വെൽക്കം ടു വീല്. ഇറാനും ഇസ്രയേലിനുമിടയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഒരിക്കലും ഇസ്രയേലിനെ പരാജയപ്പെടുത്തുവാനായി ഇറാന് സാധിക്കുകയില്ല. ഇനി അത് എന്തുകൊണ്ട് എന്നുകൂടെ നമുക്ക് നോക്കാം. അതിനാദ്യമായി തന്നെ ചരിത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പുറകോട്ട് സഞ്ചരിക്കേണ്ടതായുണ്ട്. വർഷം 1979 ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷൻ നടക്കുന്നതും അങ്ങനെ അതിൻ്റെ ഫലമായി അന്നത്തെ ഇറാനിയൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റസ പെഹൽവായിനെ പുറത്താക്കിക്കൊണ്ട് അയത്തുള്ള കൊമീനിയുടെ നേതൃത്വത്തിലുള്ള മതഭരണകൂടം അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ഒരു മതഭരണകൂടം അധികാരത്തിൽ പിടിച്ചെടുക്കുന്നതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഇറാന് മുകളിൽ അല്ലെങ്കിൽ സാങ്ഷൻസ് കൊണ്ടുവരികയും ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ നൽകുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. വലുപ്പത്തിലും അതുപോലെ തന്നെ ജനസംഖ്യയിലും ഇസ്രയേലിനേക്കാളും വലിയൊരു രാജ്യം ഇറാൻ ആണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം 1500 കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ഇവ രണ്ടിൻ്റെയും ആർമികൾ തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പിന്നീട് ആകെ ഒരു സാധ്യതയുള്ളത് എയർഫോഴ്സ് ഉപയോഗിച്ച് യുദ്ധം നടത്തുക എന്നതാണ്. അവിടെ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ കുഴപ്പം 1979 മതഭരണകൂടം അധികാരം പിടിച്ചെടുക്കുന്നതിനെ തുടർന്ന് നിലവിൽ വന്ന സാങ്ഷൻസിന്റെ ഫലമായി അവരുടെ കൈവശമുള്ള എയർഫോഴ്സ് 1979 മുൻപുള്ളതാണ്. അതിനുശേഷം റഷ്യയുടെ കൈകളിൽ നിന്നും ലഭിച്ച Su-24 ഫെൻസർ ആയാലും 1964 പുറത്തിറങ്ങിയ F-5 ടൈഗർ 2 റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നിർമ്മിച്ച കൗസർ ആയാലും സാങ്കേതികപരമായി വളരെ പിന്നിൽ നിൽക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. എന്നാൽ അതേസമയം ഇസ്രായേൽ എയർഫോഴ്സിന്റെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളാകട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളാണ്. 5th ജനറേഷൻ F-35 മുതൽ F-16 F-15E പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെതായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തി അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളായിട്ടാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. അതിൽ F-35 പോലുള്ള വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നു കഴിഞ്ഞാൽ കൂടെ റഡാറുകൾക്ക് അവയെ തിരിച്ചറിയുവാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഈ രണ്ട് എയർഫോഴ്സുകളും തമ്മിൽ പരസ്പരം ഒരു നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇറാന്റെ യുദ്ധവിമാനങ്ങൾക്ക് ദയനീയമായ പരാജയമായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക. റഷ്യയിൽ നിന്നും മറ്റുമായി Su-35 ഫ്ലാങ്കർ പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇറാൻ പർച്ചേസ് ചെയ്തുവെങ്കിലും അവയൊന്നും ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. ആയതിനാൽ തന്നെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇറാനോ ഇസ്രായേലും തമ്മിലൊരു യുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇസ്രായേലിനെ തോൽപ്പിക്കുവാനായി ഇറാന് ഒരിക്കലും സാധിക്കുകയുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന് വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അങ്ങനെ ഇന്ന് അടുത്ത് നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് പരോക്ഷമായാണെങ്കിലും നമ്മുടെ രാജ്യത്തിന് അത് നല്ലൊരു കാര്യവുമല്ല. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് ഞാൻ പ്രത്യാശിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുപോലെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.